Education is one of the blessings of life and one of its necessities. ആരാണ് മലാല? ഒരുപക്ഷെ ഈ ഒരു ചോദ്യം അന്വേഷിച്ച് ഒരുപാടൊന്നും സഞ്ചരിക്കണ്ട. ലോകത്തിന്റെ പെൺ ശബ്ദത്തിന്റെ വീറുള്ള വാക്ക് തന്നെയാണ് മലാല. കവിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന സിയാവുദ്ദീൻ യൂസഫ്സായിക്ക് തന്റെ ആദ്യ മകൾ പിറക്കുന്നത്. ആ പിതാവിന് പെൺകുട്ടിക്കിടാനുള്ള പേരന്വേഷിച്ച് ഒരുപാടൊന്നും പോകേണ്ടി വന്നില്ല. മലാല യൂസഫ്സായി. 1997 ജൂലൈ 12 മലാല യൂസഫ്സായി ജനിക്കുന്നത്. നിരവധി ഭാഷകൾ അറിയാവുന്ന മലാലയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത് 2008 മുതലായിരുന്നു. അവിടുത്തെ സാധാരണ ജനതയുടെ സ്വൈര്യ ജീവിതത്തിലേക്ക് താലിബാൻ അവരുടെ തീവ്രവാദ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല. അത് മുസ്ലിം വിശ്വാസങ്ങൾക്ക് എതിരാണ്. മലാലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രഖ്യാപനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പഠനത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന മലാല അതിനെ മനസ്സുകൊണ്ടാദ്യം എതിർത്തു. പിതാവിനൊപ്പം പെഷ്വാറിലേക്ക് മാറി താമസിച്ച മലാല അവിടെ വെച്ച് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് താലിബാനിൽ നടക്കുന്ന അവകാശ ലംഘനങ്ങളെ കുറിച്ച് ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷമാണ് BBC-യുടെ പ്രധാന ലേഖിക തലത്തിലേക്ക് മലാല എത്തുന്നത്. ഗുൽമക്കായി എന്ന തൂലികാ നാമത്തോടുകൂടി മലാല അങ്ങനെ BBC-യിൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങി. ഗുൽമക്കായുടെ ലേഖനങ്ങൾ അന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തു. ഇത്രയും വലിയൊരു അവകാശ ലംഘനം താലിബാൻ അവിടെ നടത്തുന്നുണ്ട് എന്നും ലോകം അതിനെ എതിർത്തും തുടങ്ങിയ കാലം. ഒടുവിൽ താലിബാൻ അത് കണ്ടെത്തി. ഗുൽമക്കായി മലാല തന്നെ, മലാല യൂസഫ്സായി. 2012 ഒക്ടോബർ 9 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കയാത്ര. സ്കൂൾ ബസ്സിലാണ് യാത്ര. കൂട്ടുകാരോടൊപ്പം പരീക്ഷയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വന്ന ആ യാത്രയുടെ മധ്യേ പെട്ടെന്നൊരു വാഹനം സ്കൂൾ ബസ്സിന് മുന്നിലായി വന്നു നിന്നു. അതിന്റെ പിൻ സീറ്റിൽ നിന്നും താടിയുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ബസ്സിലേക്ക് കയറി വന്നു. ആരാണ് മലാല എന്ന ഒറ്റ ചോദ്യം. ബസിന്റെ ഒരു സീറ്റിലിരുന്ന് മലാല രൂക്ഷമായി തന്നെ ആ കയറി വന്നയാളെ നോക്കിക്കൊണ്ടിരുന്നു. കയറി വന്ന ആ താലിബാൻ ഭീകരവാദിക്ക് ആരാണ് മലാല എന്ന് തിരിച്ചറിയാൻ ആ കണ്ണുകൾ മാത്രം മതിയായിരുന്നു. പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് മലാലയെ അവർ വെടിവെച്ചു. തല പിളർന്ന് മലാല പിന്നിലേക്ക് വീണു. ലോകത്തിന്റെ പെണ്ണവകാശങ്ങൾ ചോദിച്ച ഒരു പെൺകുട്ടിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയായി അന്നത് ലോകം നോക്കിക്കണ്ടു. ബ്രിട്ടനിലെ ക്വീൻ എലിസബത്ത് ആശുപത്രിയിൽ മലാലയുടെ ജീവന് വേണ്ടി നടന്ന വലിയ ഒരു ശസ്ത്രക്രിയക്കൊടുവിൽ മലാലയെ നമുക്ക് തിരിച്ചു കിട്ടി. 2013 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസും 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസും നേടിക്കൊണ്ടായിരുന്നു മലാല താൻ പറഞ്ഞതാണ് ശരിയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ലോകമറിയുന്ന പെൺശക്തിയുടെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഇന്ന് ജൂലൈ 12 മലാല ദിനം.